തൃശൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിൽ ബി മുരളീധരനും കെ സുരേന്ദ്രനും ക്ഷണമില്ലാതിരുന്നപ്പോഴും ഇങ്ങനൊരു വെട്ടിനിരത്തൽ ഇരുവരും പ്രതീക്ഷിച്ച് കാണില്ല. വികസിത് കേരളം എന്നുരുവിട്ടുകൊണ്ടിരുന്നാൽ മാത്രം കേരളത്തിൽ വോട്ടാകില്ലെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ കോർപ്പറേറ്റ് ശൈലി പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുമായിരുന്നു പിന്നീട് കോർ കമ്മിറ്റിയിൽ മുരളീധര പക്ഷത്തിന്റെ അതിരൂക്ഷ വിമർശനം. മഹിളാ മോർച്ച, യുവമോർച്ച ഭാരവാഹികളെ കണ്ടെത്താൻ നടത്തിയ ടാലന്റ് ഹണ്ട് പോലെയുള്ള ന്യൂജൻ പരിപാടി ഒന്നും പരമ്പരാഗത ശൈലിക്കാർക്ക് പിടിച്ചിരുന്നില്ല. പക്ഷേ കേരളത്തിൽ ലൈൻ മാറ്റിപ്പിടിക്കാൻ തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെയും തീരുമാനമെന്ന് വേണം കരുതാൻ. കലാപക്കൊടി ഉയർത്തിയവർക്കെല്ലാം കടും വെട്ട്. മുൻ സീറ്റുകാർ വണ്ടിക്ക് പുറത്തേക്ക് തെറിച്ചു. ഏറെ നാളായി ക്ഷമയോടെ പിൻസീറ്റിലിരുന്ന MT രമേശും ശോഭാ സുരേന്ദ്രനും പ്രൊമോഷൻ. S സുരേഷിന് പ്രതീക്ഷക്കപ്പുറം പൊസിഷനിങ്. അനിൽ ആന്റണി വരെ അപ്രതീക്ഷിത ജനറൽ സെക്രട്ടറി. ഷോൺ ജോർജിനും ശ്രീലേഖ IPSനും അബ്ദുൽ സലാമിനും അക്കമഡേഷൻ. സംസ്ഥാന BJP നേതൃത്വം അടിമുടി മാറുകയാണ്. ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരെ മാത്രം ഉൾപ്പെടുത്തിയാണ് പുതിയ ഭാരവാഹികളെ BJP പ്രഖ്യാപിച്ചത്. മുരളീധര സുരേന്ദ്രപക്ഷത്തെ പൂർണ്ണമായും വെട്ടിയാണ് പുതിയ ഭാരവാഹി പട്ടിക. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം പട്ടികയിൽ നൽകിയിട്ടുണ്ട്. പുതിയ ഭാരവാഹി പട്ടികയിൽ 10 വൈസ് പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിമാരും 10 സെക്രട്ടറിമാരുമാണുള്ളത്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. വി മുരളീധര പക്ഷത്തു നിന്ന് ആരെയും ഉൾപ്പെടുത്താതെയാണ് ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചത്. 4 ജനറൽ സെക്രട്ടറിമാരിൽ MT രമേശിനെ മാത്രമാണ് നിലനിർത്തിയതെന്നും ശ്രദ്ധേയമാണ്. മുൻ DGP ആയിരുന്ന R ശ്രീലേഖയെയും ഷോൺ ജോർജിനെയും കാലിക്കറ്റ് സർവകലാശാലയിലെ മുസ്ലിം ലീഗ് വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അബ്ദുൽ സലാമിനെയും വൈസ് പ്രസിഡന്റുമാരാക്കി. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി അടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് പുതിയ പട്ടിക. പരമ്പരാഗതമായി BJPക്ക് സ്വാധീനം കുറഞ്ഞിടങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും പിന്തുണ നേടാൻ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ ടീമിന്റെ രംഗപ്രവേശം. RDX റാപ്പ് ന്യൂസ് മലയാളം. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഭാരവാഹി പട്ടിക പുറത്തിറക്കിയതെന്ന് ജനറൽ സെക്രട്ടറി MT രമേശ് ഇതിനുശേഷം പറഞ്ഞു. നേതൃത്വം ചർച്ച ചെയ്ത് ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഈ പട്ടികയിൽ പാർട്ടിയിൽ നേരത്തെ ചുമതല വഹിച്ച ആളുകളുണ്ട്. എല്ലാ പ്രാവശ്യവും BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ നിലവിലുള്ള ടീമിൽ 50% ആളുകളെ നിലനിർത്തും, പുതിയ 50% ആളുകളെ പുതുതായിട്ടെടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നൊരു രീതി. ഈ പ്രാവശ്യവും നിലവിൽ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ 50% പേരെ നിലനിർത്തിയിട്ടുണ്ട്. പുതിയ 50% പേരെടുത്തപ്പോൾ ചില മാനദണ്ഡങ്ങൾ പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റ് വിശദാംശങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. രാജീവ് ചന്ദ്രശേഖറിന്റെ കടും വെട്ട് എന്ന് കാണാവുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. ബി മുരളീധരൻ, കെ സുരേന്ദ്രൻ പക്ഷത്തെ പാടെ വെട്ടി ഒതുക്കിയാണ് BJPയുടെ പുതിയ ടീം വന്നിരിക്കുന്നത് എന്ന് കാണണം. 35 ഭാരവാഹികളിൽ മുരളീധര സുരേന്ദ്ര പക്ഷത്ത് നിന്ന് കേവലം 4 പേർ മാത്രമാണ് ഉള്ളത് എന്ന് കാണുന്നു. ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും ഈ പറഞ്ഞ മുരളീധര സുരേന്ദ്ര പക്ഷത്ത് നിന്നില്ല എന്ന് നമ്മൾ കാണുന്നു. C കൃഷ്ണകുമാറിനെയും P സുധീറിനെയും ജനറൽ സെക്രട്ടറിയിൽ നിന്ന് വൈസ് പ്രസിഡന്റുമാരാക്കി മാറ്റി എന്ന മാറ്റം നമ്മൾ കാണുന്നുണ്ട്. വൈസ് പ്രസിഡന്റുമാരിലും കൃഷ്ണകുമാറും സുധീറും മാത്രമാണ് ഈ പക്ഷത്ത് നിന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സെക്രട്ടറി പട്ടികയിൽ VV രാജേഷ് മാത്രമാണ് മുരളീധര പക്ഷത്ത് നിന്ന് ഈ പുതിയ പട്ടികയിൽ ഇടം പിടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 5 മേഖലാ അധ്യക്ഷന്മാരിൽ എറണാകുളത്ത് A നാഗേഷ് മാത്രം ഇടം പിടിച്ചു. തൃശൂർ സീറ്റ് നേടുന്നതിൽ പങ്കുവഹിച്ച KK അനീഷ് കുമാറിനെ ജനറൽ സെക്രട്ടറി ആക്കിയില്ല എന്നതും സവിശേഷതയായ ഒരു കാര്യമായി. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ പരിഗണന നൽകിയാണ് പുതിയ ടീം എന്ന് നേതൃത്വം അവകാശപ്പെടുന്നു. അനൂപ് ആന്റണി ജനറൽ സെക്രട്ടറിയാകും. അത് എഴുതിയ തെറ്റാണ്. അനൂപ് ആന്റണി ജനറൽ സെക്രട്ടറിയാകും. ഷോൺ ജോർജും R ശ്രീലേഖയും വൈസ് പ്രസിഡന്റുമാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. P സുധീർ തിരുവനന്തപുരം, C കൃഷ്ണകുമാർ പാലക്കാട്, ഡോക്ടർ അബ്ദുൽ സലാം തിരുവനന്തപുരം. ഇങ്ങനെയാണ് 10 വൈസ് പ്രസിഡന്റുമാരുള്ളത്. R ശ്രീലേഖ IPS തിരുവനന്തപുരത്ത് നിന്നാണ് അവർ. ഡോക്ടർ KS രാധാകൃഷ്ണൻ എറണാകുളത്തുള്ള നേതാവ്, B ഗോപാലകൃഷ്ണൻ തൃശ്ശൂർ, K സോമൻ ആലപ്പുഴ, KK അനീഷ് കുമാർ തൃശ്ശൂർ. ഇവരാണ് 10 വൈസ് പ്രസിഡന്റുമാർ. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കോട്ടയം, C സദാനന്ദൻ കണ്ണൂർ എന്നിവരാണ് 10 വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ളത്. ലക്ഷ്യം വികസിത കേരള സാക്ഷാത്കാരമാണ് എന്ന് MT രമേശ് പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ എല്ലാവർക്കും സ്വീകാര്യമായ പട്ടികയാണെന്ന് MT രമേശ് നേരത്തെ അദ്ദേഹം പറയുന്നത് കേട്ടു. BJP നേതൃയോഗങ്ങളിൽ വിമർശനം ഉണ്ടായിട്ടില്ല എന്നുകൂടെ MT രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. അല്പം മുമ്പ് വികസിത കേരളത്തിനായുള്ള മാറ്റം BJP കൊണ്ടുവരുമെന്ന് ശോഭാ സുരേന്ദ്രനും ആവർത്തിച്ചു. ജനങ്ങൾക്കായി കൂടുതൽ ഇടപെടുക എന്ന ചുമതല നിർവഹിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ സന്തോഷം പ്രകടിപ്പിച്ചു. BJP നേതൃയോഗത്തിൽ V മുരളീധരനെയും K സുരേന്ദ്രനും പങ്കെടുപ്പിച്ചില്ല എന്നത്
നമുക്ക് ഓർമ്മയുണ്ട്, നേരത്തെയുള്ള വാർത്തയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരെ മാത്രമാണ് യോഗത്തിലേക്ക് വിളിച്ചതെന്നാണ് അത് വാർത്തയായപ്പോൾ വിശദീകരണം ആ ഭാഗത്ത് നിന്ന് വന്നത്. പുതിയ BJP നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ല എന്ന ആക്ഷേപം ഒഴിവാക്കപ്പെട്ട ആളുകൾ അവിടെ ഉയർത്തിയിരുന്നു. കോർ കമ്മിറ്റിയിൽ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ല എന്ന ശക്തമായ വിമർശനം തന്നെയും ആ ഭാഗത്ത് നിന്ന് വന്നു. യുവമോർച്ച, മഹിളാ മോർച്ച, ടാലന്റ് ഫണ്ട് പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കും എന്ന വിമർശനം വന്നു. വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വിലപ്പോവില്ല എന്നും സുരേന്ദ്രപക്ഷത്തു നിന്നുള്ള വിമർശനം അവിടെ ഉണ്ടായി. കെ സുരേന്ദ്രൻ നടത്തിയ വിമർശനം ഇതാണ്: ഹിന്ദുത്വമാണ് അടിസ്ഥാന ആശയം എന്നത് മറക്കരുത് എന്ന് കെ സുരേന്ദ്രൻ തന്നെയും ആ യോഗത്തിനകത്ത് പറഞ്ഞു എന്നാണ് കേട്ടത്. വികസനം മാത്രം പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ CPIM കൊണ്ടുപോകുമെന്ന് കെ സുരേന്ദ്രൻ ഇപ്പോഴത്തെ നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു. നിലമ്പൂരിൽ ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോയത് ഈ കാരണം കൊണ്ടാണെന്നും പോയെന്നും അദ്ദേഹം വിമർശിച്ചു. ക്രിസ്ത്യൻ നേതാക്കളെ കൂടുതൽ പരിഗണിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം പാളി എന്ന് കെ സുരേന്ദ്രൻ അവിടെ വിമർശനമുയർത്തി എന്നാണ് നമ്മൾ കണ്ടത്. BJP ഇപ്പോൾ ഒരു 5-6 വർഷം മുമ്പുള്ള BJP അല്ല കേരളത്തിലേത്. അവർ അധികാരം തന്നെ ലക്ഷ്യമിടുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും സുസജ്ജമായ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം അല്പ ദിവസത്തിനകം BJP ഉദ്ഘാടനം നടക്കും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് കെട്ടിടങ്ങളിൽ ഏറ്റവും വലിയ കേരളത്തിൽ എവിടെയെങ്കിലും ആയിട്ടുള്ളത് ഏറ്റവും വലിയ കെട്ടിടം ഉള്ള ഒരു പാർട്ടിയായിട്ട്, സർവ്വസജ്ജമായിട്ടുള്ള പാർട്ടിയായിട്ട് മാറണം. പക്ഷേ ഇതിപ്പോൾ ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ ഒളിവ് മറവില്ലാതെ പുറത്തേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹർഷന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാനും കരുതുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ആദ്യ പടി എന്നോണം അവരുടെ മീഡിയ പാനലിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ നിന്ന് ശിവശങ്കരൻ പുറത്തേക്ക് പോയി എന്നതൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില വാർത്തകൾ വരുന്നുണ്ട്. അത് അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറിയായി അതിനെ നമുക്ക് കണക്കാക്കാനാവില്ല. പക്ഷേ അതിനപ്പുറത്ത് പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. കാരണം വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ വന്നതിന് ശേഷം, അതായത് വി മുരളീധരൻ പക്ഷം എന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗം സംസ്ഥാന നേതൃത്വത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്ന് ഞാൻ കരുതുന്നത്, അത് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പോലും അല്ല കേട്ടോ, അതിനുശേഷം പതുക്കെ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്നത് ഇതിനെ ഒരു സവർണ പാർട്ടി എന്നുള്ള പ്രതിച്ഛായയിൽ നിന്ന് മാറ്റി എന്നതായിരുന്നു. അന്ന് കാരണം പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, കാരണം അതൊരു BJP എന്നതൊരു സവർണ പാർട്ടി, അതിൻ്റെ ഒരു മുഖങ്ങൾ എപ്പോഴും ഒരു സവർണ മുഖങ്ങളായിരിക്കും എന്നുള്ള, മുന്നോക്ക മുഖങ്ങളായിരിക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു സാധാരണക്കാർക്കിടയിലേക്ക്, കേരളത്തിൻ്റെ ഒരു മാസിനിടയിലേക്ക് അതിന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഒരു പരിധിവരെ മാറിയത് തന്ത്രപരമായ ചില ഇടപെടലുകളിലൂടെയാണ്. പ്രധാനമായും ഏറ്റവും ഒടുവിൽ തന്നെ നമ്മൾ കണ്ടത് ഭാരവാഹി പട്ടികയിൽ ഏതാണ്ട് പകുതിയോളം പേരെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സവർണരല്ലാത്തവരിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ ഭാരവാഹി പട്ടിക വരുമ്പോൾ ഇപ്പോൾ മറ്റ് ജില്ലാ പ്രസിഡന്റുമാരുടെ പട്ടിക വേറെ നിൽക്കുന്നു, ഇനി വേറെ വരാനുണ്ട്, ടാലന്റ് ഹണ്ടൊക്കെ നടക്കുന്നു. അതിനുശേഷമാണ് നമുക്ക് ഇതിൻ്റെ പൂർണ്ണ ചിത്രം വെളിവാകുക. പക്ഷേ ഈ 35 ഭാരവാഹികളുടെ പട്ടിക പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ്റെ കാലത്തുണ്ടായിരുന്ന ആ സമവാക്യങ്ങളെ അട്ടിമറിച്ചിരിക്കുന്നു. അതിനിപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് നേതാവ്, അദ്ദേഹത്തിന് വലിയ മാധ്യമ സംവിധാനമുണ്ട്, അദ്ദേഹത്തിന് വേറെ ഇപ്പോൾ വരാഹി പോലുള്ള ഏജൻസികളൊക്കെ ഇവിടെ പഠിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പഠനത്തിൻ്റെ ഭാഗമായി അവർക്ക് വല്ല റിപ്പോർട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം, നമുക്കറിയില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ നമ്മൾ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടുവന്നത് ഇപ്പോൾ ഈഴവ വോട്ടുകളിൽ ഗണ്യമായ ഒരു ഒഴുക്ക് അത് BJPക്ക് അനുകൂലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. വലിയൊരു ഒഴുക്ക് അല്ലെങ്കിൽ കൂടി ഈഴവ കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. 2016 തെരഞ്ഞെടുപ്പ് മുതലാണ് കേട്ടോ. അതിനുശേഷം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രകടമായ ഒരു ലക്ഷണം നമ്മൾ കാണുകയും ചെയ്തു, നിയമസഭാ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ. പക്ഷേ ഇപ്പോൾ ഈ ഭാരവാഹി പട്ടിക വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ കൃത്യം കണക്ക് വരേണ്ടതുണ്ട്. അതിനുള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു എണ്ണം ഏകദേശ കണക്ക് നമ്മൾ പറഞ്ഞാൽ 20 പേർ, ഈ 35 പേരിൽ 20 പേർ നായർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഒരു നമ്പൂതിരിയുണ്ട്, അതായത് സവർണ വിഭാഗത്തിൽ നിന്നാമട്ടിലാണ്. പിന്നെ മുന്നോക്കക്കാരെന്ന് പറയാവുന്നത് തന്നെ ക്രിസ്ത്യൻ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ അത് മുന്നോക്കക്കാരായ ക്രിസ്ത്യാനികളെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുന്നോക്ക പട്ടികയിൽ മാത്രം 10-23 പേര് ആ പട്ടികയിൽ, അത് ഈ 35-ലാണ് കേട്ടോ മൊത്തം വരുന്നു. ഈഴവരെ എടുത്താൽ 4 പേര് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ആ ലിസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ SC/ST എണ്ണം 4ആയി ചുരുങ്ങിയിരിക്കുന്നു. മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ജനറൽ സെക്രട്ടറിയായി ഒരു പട്ടികജാതിക്കാരനെ കൊണ്ടുവരുന്നത്, സുധീറിനെ. അത് വെട്ടി ഇത്തവണ. ഇപ്പോൾ പട്ടികജാതിക്കാരുടെ ഇവരുടെ അതുണ്ട്, ഭാരവാഹി പട്ടികയിലുണ്ട്, ഭാരവാഹി പട്ടികയിൽ നിലനിർത്തി. പക്ഷേ ജനറൽ സെക്രട്ടറി ആത്യന്തികമായി ഇതിൻ്റെ ഒരു ഭരണ സംവിധാനത്തെ, സംഘടനയെ ചലിപ്പിക്കുന്ന ജനറൽ സെക്രട്ടറിമാരാണല്ലോ. ആ ജനറൽ സെക്രട്ടറിമാർ 4 പേരിൽ ഇല്ല. മാത്രമല്ല 4 ജനറൽ സെക്രട്ടറിമാരും
എന്താണ് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്നവരോ കൃഷ്ണദാസിനൊപ്പം നിൽക്കുന്നവരോ ആണ് എന്നുള്ളതാണ്. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം ഇവിടുത്തെ വിഭാഗീയതയും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം ആവർത്തിച്ച് പറയുന്നതെങ്കിൽ അത് കുറെ കൂടി രൂക്ഷമാവുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ തന്നെ ഉണ്ടായിരിക്കുന്നു. കാരണം അദ്ദേഹം ഒരു ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നത് വൈകാരികമായി അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. തെരഞ്ഞെടുപ്പിൽ എന്നെ ഇവരെല്ലാം കൂടെ ഗ്രൂപ്പ് കളിച്ച് എന്നെ വെട്ടിയതാണെന്നുള്ള ഒരു തോന്നൽ. കാരണം തരക്കേടില്ലാത്ത ഒരു ഫൈറ്റ് കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിലെനിക്ക് തളർച്ചയുണ്ടായത് ഒരു ഗ്രൂപ്പിന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ ആ തോന്നൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന സുരേഷിനും ഉണ്ടായിരിക്കുക. സുരേഷിനെ ഒപ്പം നിർത്തി. സുരേഷിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം മണ്ഡലത്തിൽ നടന്നെങ്കിലും ഇപ്പുറത്തെ ഗ്രൂപ്പ് വെട്ട് എനിക്കെതിരെ ഉണ്ടായി എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് പക്ഷേ ഈ വിശാലമായ താല്പര്യം BJPയുടെ താല്പര്യവുമായി യോജിച്ചു പോകുന്നതാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. നമ്മൾ മാറി ഇന്ന് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ മനസ്സിലാകുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴത്തെ കൃഷ്ണദാസ് ഗ്രൂപ്പിൻ്റെ ഒരു താങ്ങ് ആ ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് ഒരു വലിയ മാസിൻ്റെ ഒരു എന്താണ് അക്സെപ്റ്റൻസ് ഒക്കെ ഉള്ള നമുക്ക് യുവമോർച്ച കാലം മുതൽ അറിയാമല്ലോ കെ സുരേന്ദ്രൻ ഏതൊക്കെ തരത്തിലാണ്, പലതരത്തിലാണ്, എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ വലിയ പരിഹാസമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് പലപ്പോഴും എന്താണ് അങ്ങനെ വളരെ അബ്സേർഡായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്നുള്ള പരിഹാസം എല്ലാ മേഖലയിൽ നിന്നും ഏറ്റുമാണ്ടിക്കൊണ്ടൊക്കെ BJPക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ഒരാളാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ അതിന് വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് വി മുരളീധരൻ വലിയ പിന്തുണ കെ സുരേന്ദ്രന് കൊടുത്തിട്ടുമുണ്ട്. അതിന് ആ കാലം താൽക്കാലികമായെങ്കിലും അവസാനിക്കുന്നു എന്നുള്ളിടത്ത് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ മുൻനിർത്തി തന്നെയുള്ള ചർച്ചകളിലേക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ BJP കടക്കും. അത് പിന്നെ എങ്ങനെയായിരിക്കും BJPയെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. അതാണ് ഇതുപോലെ ലോക്സഭാ കാര്യം കൂടി സ്ത്രീ പ്രാതിനിധ്യം. അതായത് കെ സുരേന്ദ്രന്റെ സമയത്ത് സ്ത്രീ പ്രാതിനിധ്യം 6 ആയിരുന്നത് 4 ആയി കുറഞ്ഞു ഇപ്പോൾ ഭാരവാഹി പട്ടിക വരുമ്പോൾ. അതായത് എല്ലാ അർത്ഥത്തിലും പിന്നോക്ക സ്ത്രീ പ്രാതിനിധ്യം വല്ലാതെ കുറഞ്ഞിരിക്കുന്നു ഈ പട്ടികയിൽ എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പോലുള്ള നേതാക്കൾക്ക് നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ അവിടെയുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ രാജീവ് ചന്ദ്രശേഖർ കൃഷ്ണദാസ് പക്ഷം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ഗ്രൂപ്പ് ഉടലെടുത്തിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതിനകത്ത് MT രമേശിനെയും ശോഭാ സുരേന്ദ്രൻ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് എന്നതുകൂടെ നമ്മൾ കാണണം. ഇതിനകത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കുന്ന വലിയ മുന്നേറ്റമാണല്ലോ ഇപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷ നൽകിയിരിക്കുന്നത്. അതായത് ഭാവിയിൽ മുഖ്യമന്ത്രിയെ തന്നെ ഉണ്ടാക്കാം എന്ന മട്ടിലാണ് ഈ പുതിയ ഓഫീസിനകത്ത് റൂമൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതില്ലെങ്കിൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറേയേറെ സീറ്റുകൾ പിടിക്കാം എന്നൊരു ആഗ്രഹവും പ്രതീക്ഷയും ആത്മവിശ്വാസവും ഈ പാർട്ടിക്ക് ഇപ്പോഴുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന വിധത്തിലായോ ഈ ഇപ്പോഴത്തെ ഒരു പുനഃസംഘടന എന്ന ചർച്ചയായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ അടുത്ത വിഷയമായിട്ട് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകൾ ആ പാർട്ടിയെ എക്കാലത്തും ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അവരുടെ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാലമായിരിക്കും ഏറ്റവും ഗ്രൂപ്പ് ശക്തിയായിട്ടുള്ള കാലം. പക്ഷേ BJPക്ക് അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല. BJPയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ വല്ലാതെ തമ്മിലടിച്ചല്ല തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക. കാരണം ഒരു ഗ്രൂപ്പിന്റെ കയ്യിലായിരിക്കും ഭരണം. അവർ തീരുമാനിക്കും മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ജനപിന്തുണയുള്ള ആളുകളെ മത്സരിപ്പിക്കും, തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരും. അതിപ്പോ ശോഭാ സുരേന്ദ്രനെ ആയിക്കോട്ടെ, രാധാകൃഷ്ണനെ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പിൽ ഘട്ടം ഘട്ടമായി വോട്ട് വർദ്ധിപ്പിക്കുന്ന ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും, സംഘടനയിലേക്ക് തൊടിയിക്കില്ല. അതിനകത്തൊരു കാര്യമുള്ളത്, അവര് ഒരു ഒഴിവാക്കപ്പെട്ട കക്ഷിയായിരുന്നല്ലോ ഈ UDF LDF മത്സരത്തിനിടയിൽ. പാർശ്വവൽക്കരിക്കപ്പെട്ട കക്ഷിയാണല്ലോ BJP. അതിനകത്തെ ഗ്രൂപ്പ് അതിൻ്റെ പ്രതാപം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് നമുക്ക് അറിയുക സാധ്യമല്ലായിരുന്നു ആ കാലത്ത്. പക്ഷേ ഇനി അങ്ങോട്ടെന്ന് വെച്ചാൽ ഇത്രയും കാലത്തെ പോലെ UDF LDF അല്ല, കുറച്ച് സീറ്റുകൾ ലഭിക്കും എന്ന പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്ന കാലത്താണ് ഈ പോകുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് പരിപാടികൾ ഈ പരസ്പരമുള്ള ഉറപ്പായിട്ടും അടിയിൽ അമർഷം പുകയുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. PR ശിവശങ്കർ രാജിവെച്ച് പോയി, ലെഫ്റ്റ് അടിച്ച് പോയി, മറ്റു പ്രശ്നങ്ങൾ നമ്മൾ ആ വരും മണിക്കൂറുകളിൽ അറിയും. സ്വാഭാവികമായിട്ടും ആ പ്രശ്നം അവിടെ ഉണ്ടാകും. അതെങ്ങനെയാണ് അതിനെ ബാധിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് നോക്കി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചത്. ആ മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ച അനീഷിനെ, അതായത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി ആക്കുമെന്നാണ്. അദ്ദേഹത്തെ പക്ഷേ ജനറൽ സെക്രട്ടറി ആക്കിയില്ല. അതായത് പ്രധാന പദവി ജനറൽ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറി ആക്കിയില്ല. അത് നേരത്തെ വിചാരിച്ചിരുന്നതും ചർച്ച ചെയ്തതുമാണ്. പിന്നെ ഈ ടാലന്റ് കണ്ട് നടക്കുമ്പോൾ
ആ ടാലന്റ് ഹണ്ടിലേക്ക് തന്നെ പങ്കെടുപ്പിക്കാതെ ഈ കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തെ പൂർണ്ണമായി വെട്ടുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ പതിവായി BJP-യിലെ വിഭാഗീയത കാലത്ത് പോലും അങ്ങനെ കാണുന്ന ഒരു ശീലമല്ല. ഇപ്പോൾ പ്രഫുൽ കൃഷ്ണ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്ന പ്രഫുൽ കൃഷ്ണ യുവരാജ് ഗോകുലൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ അതായത് യുവരാജ് ഗോകുല്, ശങ്കൂട്ടി ദാസ്, പ്രഫുൽ കൃഷ്ണ തുടങ്ങിയ ആളുകൾ ഈ ടെലിവിഷൻ ചാനലിലൂടെ വലിയ ഫെമിലിയറാണ്. നന്നായിട്ട് അവരുടെ BJP-യുടെ രാഷ്ട്രീയം പറയുന്ന ആളാണ്. അവരുടെ പേര് എവിടെയും നമ്മൾ കാണുന്നില്ല എന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഈ ഭാരവാഹി പട്ടികയിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ട പരിപാടികളൊക്കെ അവിടെ നടക്കാണല്ലോ, അതിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അതാണ് രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങളും വിഭാഗീയതയും പരിഹരിക്കാനാണ് BJP കേന്ദ്ര നേതൃത്വം പുതിയ നേതൃത്വത്തെ അവതരിപ്പിച്ചത്. കോർപ്പറേറ്റ് ചിട്ടവട്ടങ്ങളോടെ പാർട്ടിയെ നയിക്കാൻ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമായി. തൊട്ടുമുമ്പ് വരെ സർവ്വപ്രതാപികളായിരുന്ന വി മുരളീധരൻ, കെ സുരേന്ദ്രൻ ദ്വയത്തെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഭാരവാഹി പട്ടികയാണ് ഇന്ന് പുറത്തു വന്നത്. BJP-യിലെ പുതിയ ഗ്രൂപ്പ് പോര് പാർട്ടിക്ക് ഗുണമോ ദോഷമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയേണ്ടിയും വരും. അത്തരമൊരു സാഹചര്യത്തിനായി മറുവിഭാഗം പ്രവർത്തിച്ചാൽ BJP-യിൽ ഇനിയും തലകൾ ഉരുളുമെന്നുറപ്പാണ്.